നമസ്കാരം. കാരണഭൂതം 2ാം എഡിഷൻ പുറത്തിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. അന്ന് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എത്ര പറഞ്ഞാലും നന്നാവാത്ത ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് അനുയായികളുമുള്ളപ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളുടെ മേൽ മൽപ്പിടുത്തം നടത്തുന്നത് പന്നിയോട് മൽപ്പിടുത്തം നടത്തുന്നത് പോലെ ആവുമെന്നതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. എന്നാൽ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രമെടുത്ത് ആദ്യ പേജ് മറിച്ചപ്പോൾ വളരെ നിരാശ തോന്നി. ആ പേജിൽ ഒരു പരസ്യം വന്നിരിക്കുന്നു. ഇന്ന് കൊല്ലത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പരസ്യമാണ്. ആ പരസ്യത്തിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്നത് പിണറായി വിജയൻ്റെ വിമ്മിട്ടപ്പെട്ട് ചിരിക്കുന്ന ദൃശ്യമാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കണ്ടുപിടിച്ചത് പിണറായിയാണോ, അതോ ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണോ ഇത്? എന്ത് സംഭാവനയാണ് മനോഹരമായ പരിപാടിക്ക് പിണറായി നൽകിയത്? ഉദ്ഘാടകൻ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും റോള് പിണറായിക്കുണ്ടോ? പിന്നെന്തിനാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് പിണറായിയുടെ ഫുൾ ഫിഗർ ചിത്രം പരസ്യമാക്കി കൊടുത്തത്? ഇതിനൊരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ആ ചിരപരിചിതമായ പഴഞ്ചൊല്ല്, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുമെന്നത്. നമുക്കതിനെ ഒരു മാറ്റം വരുത്താം. അല്പന് അർത്ഥം കിട്ടിയാൽ അത് പിണറായിയായി മാറും എന്ന്. ഖജനാവിൽ പണമില്ല, പെൻഷനില്ല, ശമ്പളമില്ല, കരാറുകാർക്ക് കാശ് കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, സാമൂഹ്യ പെൻഷൻ കിട്ടാതെ ആളുകൾ പിച്ചച്ചട്ടി എടുക്കുന്നു. അപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും യുവജനോത്സവത്തിന് പോലും പരസ്യം കൊടുക്കുന്നത്. ഇന്ന് മറ്റൊരു പരസ്യം കൂടി എല്ലാ പത്രങ്ങളിലുമുണ്ട്. ഇനി പരസ്യത്തിൻ്റെ കാലമാണ്. ഖജനാവിലെ പണമല്ലേ. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിൻ്റെ മഹിമ പതിപ്പിക്കാൻ നമ്മുടെ പണമെടുത്ത് അവർ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കാരണഭൂതം 2 ഇറങ്ങിയതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. അതിൻ്റെ ട്രോള് അവസാനിക്കുന്നതിന് മുൻപാണ് പുതുവത്സര പിറവിയിൽ മറ്റൊരു സ്തുതിപ്പാട്ടുമായി പിണറായിയും കൂട്ടരും രംഗത്തിറങ്ങിയത്. ഇത് സാറ്റ് പ്രൊഡക്ഷൻസ് എന്നോ മറ്റോ പേരുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണമാണ്. പാർട്ടിക്കൊരു ബന്ധവുമില്ല, സർക്കാരൊന്നും അറിഞ്ഞില്ല, പിണറായി ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ സഖാക്കൾ രംഗത്തെത്തും. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം ബാക്കിയാണ്. പി ജയരാജനെ സ്തുതിക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ കൂടി ഒരു പാട്ടെഴുതിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുകയും അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തത് അദ്ദേഹം നേരിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തത് കൊണ്ടാണോ? അല്ല. ഇങ്ങനെയൊരു സാധനം ഇറങ്ങുന്നത് പിണറായിക്ക് ഇഷ്ടപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ പുതിയ കെട്ടുകാഴ്ച കാണേണ്ടത് തന്നെയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിമനോഹരമായ ക്യാമറയിൽ 100 കണക്കിന് അഭിനേതാക്കൾ പിണറായി വിജയനെ സ്തുതിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമ ട്രെയിലർ പോലെയാണ് അതിൻ്റെ തുടക്കം. അതിന് തുടർച്ചയായി പിണറായിയെക്കുറിച്ച് പറയുന്ന ഭംഗിവാക്കുകൾ കേട്ടാൽ ഞെട്ടിവിറച്ചു പോകും. പിണറായി വിജയൻ നാടിൻ്റെ അജയൻ എന്നതാണ് ഈ വാഴ്ത്തുപാട്ടിൻ്റെ സാരം. ആധുനിക റാപ്പ് സംഗീതത്തിൻ്റെ അകമ്പടിയിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് പിണറായിയുടെ ഈ സ്തുതിഗീതം. നിരവധി കലാകാരന്മാർ, DYFI, റെഡ് വോളണ്ടിയർമാർ ഒക്കെ ഇതിൽ അണിനിരക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വിമ്മിട്ടപ്പെട്ടിരിക്കുന്ന പിണറായിയുടെ ദൃശ്യങ്ങളുണ്ട്. പിണറായിയെ അതിൽ വിശേഷിപ്പിക്കുന്നത് വിചിത്രമായ വാക്കുകൾ കൊണ്ടാണ്. തീയിൽ കുരുത്ത കുതിര എന്നാണ് ആദ്യത്തെ വിശേഷണം. തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നറിയാതെ തീയിൽ ഒരു കുതിരയ്ക്ക് ജന്മം കൊടുത്തിരിക്കുകയാണ് അവർ പിണറായിയിലൂടെ. ഒരർത്ഥത്തിൽ ശരിയാണ്, തീയിൽ ഒരു കുതിരയും ജനിക്കില്ല എന്നറിയാം. അതിനർത്ഥം തന്നെ അർഹതയില്ലാതെ ജനിച്ച ആളെന്നാണ്. അങ്ങനെ പിണറായിയെ അർഹതയില്ലാതെ മുഖ്യമന്ത്രി കസാരയിൽ എത്തിയാൾ എന്ന് വിശേഷിപ്പിച്ചെന്ന് വേണമെങ്കിൽ കരുതാം. അടുത്തതോ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെന്ന്. കഴുകൻ ശവന്തീനിയാണ് എന്ന് നമുക്കറിയാം. കഴുകൻ തിന്മയുടെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിയെ സ്തുതിച്ച് കഴുകനാക്കാനുള്ള ആ ഉളുപ്പുണ്ടല്ലോ, അതല്പം കടന്നത് തന്നെ. മണ്ണിൽ കിളിർത്ത സൂര്യൻ, മലയാള നാടിൻ്റെ മന്നൻ, മാസെ ക്ലാസെ പുലി സിംഹം, അങ്ങനെ പോകുന്നു പിണറായി സ്തുതിഗീതങ്ങൾ. പിണറായിയെ 10 തലയുള്ള പടച്ചേകവനും ഗുരുവുമൊക്കെ ആക്കുന്നുണ്ട് സ്തുതിഗീതത്തിൽ നിറയെ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നത് പിണറായി ഇതിൽ ആനന്ദിക്കും എന്നറിഞ്ഞുകൊണ്ടാണ്. ചരിത്രം പരിശോധിക്കുക.
തന്നെക്കുറിച്ച് ആര് സ്തുതിഗീതങ്ങൾ പാടിയാലും പിണറായി അവരെ പ്രത്യേകം വാത്സല്യത്തോടെ സംരക്ഷിക്കും. ഒരു പൊതുയോഗത്തിൽ പിണറായിയെ ഇരുത്തിക്കൊണ്ട് പുലിമുരുകൻ എന്നാണ് അന്തരിച്ച ഉഴവൂർ വിജയൻ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഉഴവൂർ വിജയൻ അന്തരിച്ചപ്പോൾ ആ കുടുംബത്തിന് നിയമവിരുദ്ധമായി പിണറായി നൽകിയത് ഖജനാവിലെ 25 ലക്ഷം രൂപയാണ്. പിണറായി ഭരിക്കുന്നത് കൊണ്ട് കോവിഡ് കാലത്ത് ആരും പട്ടിണിയിലാവില്ലെന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി ചലച്ചിത്രകാരൻ രഞ്ജിത്ത് പ്രസംഗിച്ചപ്പോൾ പഴയ BJP കാരനായിട്ട് കൂടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. അന്ന് രഞ്ജിത്തിന്റെ വാക്ക് കേട്ട് കോൾമയർക്കുണ്ട പിണറായിയുടെ മുഖത്തെ നാണം ക്യാമറകൾ ഒപ്പിയെടുത്തതാണ്. ഏറ്റവും ഒടുവിൽ ദൈവതുല്യനെന്നും വരദാനമെന്നുമൊക്കെ മന്ത്രി വാസവൻ വിശേഷിപ്പിച്ചപ്പോൾ ഉടനടി കിട്ടിയത് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയാണ്. മറ്റ് മന്ത്രിമാർക്കാർക്കും കിട്ടാത്ത പ്രധാനപ്പെട്ട വകുപ്പ്. തന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കാൻ തൽക്കാലത്തേക്കെങ്കിലും വാസവന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും എന്ന അഭ്യൂഹം പാർട്ടി വൃത്തങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇങ്ങനെ മുഖത്തു നോക്കി പുകഴ്ത്തുന്നവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനും തീയിൽ കുരുത്ത കുതിരയുമൊക്കെ ജനിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഉളുപ്പുണ്ടോ മിസ്റ്റർ വിജയൻ ഇങ്ങനെ ആത്മരതി നുകരാൻ എന്ന് മാത്രമേ ചോദിക്കാൻ കഴിയുന്നുള്ളൂ.